ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോനകത്ത് നോക്കുന്നത് ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോനകത്ത് സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് എന്നിട്ടുണ്ടായിരുന്നു, അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ അതേപോലെ തന്നെ ഈ ഒരു ഡൈനാമിക് ഫോഴ്സ് അനാലിസിസിൻ്റെ വീഡിയോസ്, അതായത് ഇപ്പോൾ ഇതിലെ ഇൻട്രൊഡക്ഷൻ കുറച്ച് ഭാഗം ഡിആർഎംബർട്ട് പ്രിൻസിപ്പിൾ, ഓഫ്സെറ്റ് ഇനേഷ്യ ഫോഴ്സ്, സ്ലൈഡർ മെക്കാനിസം, ദെൻ അതിൽ എഞ്ചിൻ ഫോഴ്സ് അനാലിസിസ് വരെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ വീഡിയോസ് 2-3 വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ എന്ത് ചെയ്യുക, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. സോ അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് കഴിഞ്ഞാൽ വരുന്നത് ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ്. സോ ഇപ്പോൾ സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് എന്താണ് അറിഞ്ഞാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ഒരു എൻജിൻ ഫോഴ്സ് അനാലിസിസ് ആണെങ്കിൽ എന്ത് ചെയ്യേണ്ട, അപ്പോൾ നമുക്കൊരു ഇപ്പോൾ ഒരു സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് അതിനകത്ത് ജസ്റ്റ് എന്താണ് ഗ്രാഫിക്കൽ സൊല്യൂഷൻസ് ആണ് വരുന്നത്. നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നില്ല, മാസ് കൺസിഡർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇനേഷ്യ ഇഫക്റ്റ് കൺസിഡർ ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ എന്താണ് മാസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ മെയിൻ ഡിഫറൻസ് അതാണ്. സോ അപ്പോൾ അതിലെ റിമൈനിങ് പോർഷൻസ് നമുക്ക് നോക്കാം. സോ ഇപ്പോൾ ഇത് എസ് രത്തിൻ്റെ തിയറി ഓഫ് മെഷീൻ എന്ന് പറയുന്ന ടെക്സ്റ്റിനകത്തെ 13ാമത്തെ ചാപ്റ്ററാണ്. പേര് ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ് എന്നാണ്. നമുക്കിതിനകത്ത് ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ് ഓഫ് എ ഫോർലിംഗ് മെക്കാനിസം, അപ്പോൾ ഈ ഒരു സെക്ഷൻ എന്താണ് അപ്ലോഡ് ചെയ്തിട്ടില്ല. സോ നമുക്ക് ഈ ഒരു സെക്ഷൻ നോക്കാം. ഫോർ എ ഡൈനാമിക് അനാലിസിസ് ഓഫ് ഫോർലിംഗ് മെക്കാനിസം ദ ഫോളോയിങ് പ്രൊസീജിയർ മേ ബി അഡോപ്റ്റഡ്. സോ അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് മെയിൻലി ഈ ഒരു ചാപ്റ്ററിനകത്ത് വരുന്നത് ഈ എൻജിൻ ഫോഴ്സ് അനാലിസിസ് ആണ്, അതായത് IC എഞ്ചിൻ്റെ. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്താണ് നമ്മൾ 4 ബാർ ലിങ്ക് മെക്കാനിസം യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്ലൈഡർ ക്രാം മെക്കാനിസം വരുന്നത്. സോ ഇപ്പോൾ അതിലെന്താണ് അതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ ഒരു എൻജിൻ എന്ന് പറയുന്നത്, ഒരു ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻ എന്ന് പറയുന്നത്. സോ അപ്പോൾ അതിൽ IC എഞ്ചിൻ്റെ ഫോഴ്സ് അനാലിസിസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ എൻജിൻ ഫോഴ്സ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. സോ അപ്പോൾ മെയിനായിട്ട് വരുന്നത് എന്താണ്, ആ ഒരു എൻജിൻ ഫോഴ്സ് അനാലിസിസിൻ്റെ പ്രോബ്ലംസ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അതാണ് എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ ഇതിൻ്റെ പ്രൊസീജിയർ അറിയണം. അതേപോലെ തന്നെ ഇതെന്തായിരിക്കും, ഇതിനെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരുപാട് ടൈം വേണ്ടി വരും. സോ അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു പ്രൊസീജിയറിൽ ഫോക്കസ് ചെയ്യാം. കാരണം ഇപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് ആക്സിലറേഷൻ, അതായത് ഇപ്പോൾ വെലോസിറ്റി ഡയഗ്രാം, ആക്സിലറേഷൻ ഡയഗ്രാം വേണം. സോ അപ്പോൾ അത് എന്ത് ചെയ്യാം, ഇപ്പോൾ ഫസ്റ്റ് കോൺഫിഗറേഷൻ ഡയഗ്രാം വേണ്ടി വരും. ദെൻ അതിൽ നിന്ന് വെലോസിറ്റി ഡയഗ്രാം വേണം. ദെൻ ആ വെലോസിറ്റി ഡയഗ്രാം യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആക്സിലറേഷൻ ഡയഗ്രാം വരക്കണം. അപ്പോൾ ഈ ഒരു 3 ഡയഗ്രാം വരച്ച് വരുമ്പോൾ തന്നെ എന്താവും, അത്യാവശ്യം സമയമാവും. സോ അപ്പോൾ അത് എന്ത് ചെയ്യാം, ഇപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് എന്താണ് ഇതിനെ ഈ ടെക്സ്റ്റിൽ തന്നെ ഇപ്പോൾ ഒരു സോൾവ് പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഒറ്റണ കൊടുത്തിട്ടുള്ളൂ. സോ എന്ത് പ്രോബ്ലംസ് എന്തായാലും അപ്ലോഡ് ചെയ്യാം. സോ അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മെയിനായിട്ട് ഇതിനകത്ത് വരുന്നത്. സോ ഇപ്പോൾ ഇതിലെ പ്രോബ്ലംസ് ഒരുപാട് ടൈം വേണ്ടി വരും ചെയ്യാൻ വേണ്ടി. സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ പ്രൊസീജിയർ ജസ്റ്റ് നോക്കാം. ഡ്രോ വെലോസിറ്റി. അപ്പോൾ ഫസ്റ്റ് പ്രൊസീജിയർ, ഡ്രോ ദ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഡയഗ്രാം ഓഫ് മെക്കാനിസം ഓർ കോൺഫിഗറേഷൻ ഡയഗ്രാം ബൈ യൂഷ്വൽ മെത്തേഡ്. അപ്പോൾ നമുക്ക് എന്തായിരിക്കും, സ്ലൈഡർ ക്രാം മെക്കാനിസം ഒരു 4 ബാർ ലിങ്ക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അതിൽ ഫിക്സഡ് ലിങ്ക്, ഇൻപുട്ട് ലിങ്ക്, ഫോളോവർ, ഔട്ട്പുട്ട് ഫോളോവർ എന്താണ് കപ്ലർ, ഔട്ട്പുട്ട് ലിങ്ക്. അപ്പോൾ 4 ലിങ്ക്സ് ഉണ്ടായിരിക്കും. സോ അപ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെ തരും, 4 ലിങ്കിൻ്റെ ഡയമെൻഷൻ തരും. അതേപോലെ തന്നെ നമുക്കൊരു ഇൻസ്റ്റൻറ്റിൽ വെലോസിറ്റി ആക്സിലറേഷനൊക്കെയാണ് അനലൈസ് ചെയ്യേണ്ടത്. സോ ഇപ്പോൾ എന്തായിരിക്കും, ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ്, അതായത് നമ്മുടെ ക്രാങ്കാണല്ലോ ഇൻപുട്ട് ലിങ്ക്. സോ ഇപ്പോൾ ക്രാങ്ക് മോഷൻ അനുസരിച്ചായിരിക്കും എൻ്റയർ മെക്കാനിസം അതിൻ്റെ മൊബിലിറ്റി വരുന്നത്. സോ ഇപ്പോൾ അതിൽ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ്, അതായത് ഒരു ആംഗിൾ തന്നിട്ടുണ്ടായിരിക്കും. സോ ഫിക്സഡ് ലിങ്കും ഇൻപുട്ട് ലിങ്കും തമ്മിലുള്ള ഒരു ആംഗിൾ തന്നിട്ടുണ്ടായിരിക്കും. ദെൻ എന്താണ് അതിൻ്റെ ലീനിയർ വെലോസിറ്റി കാണണമെങ്കിൽ എന്താണ്, ഒമേഗയാണ് ലീനിയർ വെലോസിറ്റി നമുക്ക്. അപ്പോൾ ഒമേഗ തന്നിട്ടുണ്ടായിരിക്കും. ദെൻ എന്താണ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ വരുന്നത് ലിങ്കിന് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ആയിരിക്കും. സോ ആംഗുലർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് കോൺഫിഗറേഷൻ ഡയഗ്രത്തിനകത്ത്
എന്തായിരിക്കും ഡയമെൻഷൻ ഓഫ് ദ ലിങ്ക്, ഇൻപുട്ട് ലിങ്കും അതിൻ്റെ ഇൻസ്റ്റൻറ്റ്, അതായത് അതിനൊരു പർട്ടിക്കുലർ ആംഗിൾ തന്നിട്ടുണ്ടായിരിക്കും. ദെൻ മോഷൻ്റെ ഡയറക്ഷൻ, അതായത് ആംഗുലർ വെലോസിറ്റി തന്നിട്ടുണ്ടാവും, ആംഗുലർ വെലോസിറ്റിയുടെ അല്ലെങ്കിൽ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഇൻഫർമേഷൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മളതിൻ്റെ ഒരു സ്കെലിറ്റൽ ഡയഗ്രാം വരക്കുക. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കോൺഫിഗറേഷൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോൺഫിഗറേഷൻ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, വെലോസിറ്റി വെക്ടർ അല്ലെങ്കിൽ വെലോസിറ്റി ഡയഗ്രാം വരക്കുക. സോ അപ്പോൾ ഡയഗ്രാം വരക്കുമ്പോൾ അറിയുന്ന കേസായിരിക്കും നിങ്ങൾക്ക് വെലോസിറ്റി അനാലിസിസിനകത്തും, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ മെക്കാനിക്സ് ഓഫ് മെഷീനറിയിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു സെയിം പേപ്പർ എന്താണ് തിയറി ഓഫ് മെഷീൻസിനകത്തോ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഇത് പഠിച്ചിട്ടുണ്ടായിരിക്കും, എന്ത് വെലോസിറ്റി അനാലിസിസും ആക്സലറേഷൻ അനാലിസിസും. അപ്പോൾ നമ്മളുടെ കോൺഫിഗറേഷൻ ഡയഗ്രത്തിന് എന്ത് ചെയ്യാം, ഓരോ ലിങ്കിനും പെർപെൻഡിക്കുലർ ആയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മളൊരു വെക്ടേഴ്സ് വരക്കുക, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ വെക്ടേഴ്സ് വരക്കുക. ദെൻ ആ ഒരു ക്ലോസ്ഡ് പോളിഗണിൽ നിന്ന് കിട്ടുന്ന വെക്ടറിൻ്റെ ലെങ്ത് ആയിരിക്കും ഓരോ ലിങ്കിൻ്റെ ലീനിയർ വെലോസിറ്റി വരുന്നത്. സോ അപ്പോൾ അത് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിമൈനിങ് ലിങ്കിൻ്റെ ആംഗുലർ വെലോസിറ്റി കാണാൻ പറ്റും. സോ അപ്പോൾ അതൊക്കെ കാണണം, അതായത് വെലോസിറ്റി ഡയഗ്രാം വരക്കണം, അതിൽ നിന്ന് എന്ത് ചെയ്യാം, വെലോസിറ്റി വെക്ടേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്തിട്ട് ലീനിയർ വെലോസിറ്റി എന്താണ്, ആർ ഒമേഗയാണ് വരുന്നത്. സോ അപ്പോൾ ആർ എന്ന് പറയുമ്പോൾ എന്താണ്, ലിങ്കിൻ്റെ ലെങ്ത്ത്. സോ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഓരോ ലിങ്കിൻ്റെയും ആംഗുലർ വെലോസിറ്റി അതിൻ്റെ ഡയറക്ഷനും കണ്ടുപിടിക്കുക. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ അനാലിസിസ് അല്ലെങ്കിൽ ആക്സിലറേഷൻ ഡയഗ്രാം വരക്കണം. അപ്പോൾ ആക്സിലറേഷൻ ഡയഗ്രാം വരക്കണം എന്നുണ്ടെങ്കിൽ അഗെയിൻ നമുക്ക് എന്താണ്, നമ്മുടെ ലിങ്കിന് പെർപെൻഡിക്കുലറായിട്ടും പാരലായിട്ടും എന്തായിരിക്കും, ടാൻജൻഷ്യൽ കമ്പോണൻറ്റും റേഡിയൽ കമ്പോണൻറ്റും ഉണ്ടായിരിക്കും. സോ റേഡിയൽ കമ്പോണൻറ്റ് ലിങ്കിന് പാരലായിട്ടും ദെൻ ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് ലിങ്കിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കാം. സോ അപ്പോൾ ഓരോ ലിങ്കിനും എന്ത് ചെയ്യാം, റേഡിയൽ കമ്പോണൻറ്റും അതേപോലെ തന്നെ എന്താ ടാൻജൻഷ്യൽ കമ്പോണൻറ്റും വരക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ദെൻ അതിൻ്റെ റിസൾട്ടൻ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ടോട്ടൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. സോ അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാം, ഓരോ ലിങ്കിനും റേഡിയൽ കമ്പോണൻറ്റും ടാൻജൻഷ്യൽ കമ്പോണൻറ്റും വരച്ചിട്ട് നമ്മൾ വെലോസിറ്റി ഡയഗ്രാം വരക്കണം, ആക്സിലറേഷൻ ഡയഗ്രാം. ദെൻ ആക്സിലറേഷൻ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, ആക്സിലറേഷൻ കിട്ടും. ദെൻ അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യാം, ഓരോ ലിങ്കിൻ്റെയും ആക്സിലറേഷൻ. അപ്പോൾ ഈ ഒരു ആക്സിലറേഷൻ ഡയഗ്രാം വരക്കേണ്ടതെന്ന് കാരണം നമുക്ക് എന്തായിരിക്കും, നമുക്ക് ആംഗുലർ ആക്സിലറേഷൻ ആക്സിലറേഷൻ ദെൻ അതിൻ്റെ ആക്സിലർ ഓരോ ലിങ്കിനും വരുന്ന ലീനിയർ ആക്സിലറേഷനും അതിൻ്റെ ആംഗുലർ ആക്സിലറേഷൻ കണ്ടുപിടിക്കുക. പിന്നെ അടുത്ത സ്റ്റെപ്പായി ലീനിയർ ഓഫ് മാസ് ലിങ്ക് ആക്സിലറേഷൻ ഓഫ് ദി സെക്കൻഡ് പ്രൊസീജിയർ ലീനിയർ ആക്സിലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഓഫ് വേരിയസ് ലിങ്ക്. അപ്പോൾ ഓരോ ലിങ്കിൻ്റെയും സെൻറ്റർ ഓഫ് മാസിൻ്റെ ലീനിയർ ആക്സിലറേഷൻ കാണണം. അതേപോലെ തന്നെ എന്താണ് ആംഗുലർ ആക്സിലറേഷൻ ഓഫ് ലിങ്ക്. അപ്പോൾ ലിങ്കിൻ്റെ ആംഗുലർ ആക്സിലറേഷനും കണ്ടുപിടിക്കുക. ഇതിന് അടുത്ത പ്രൊസീജിയർ കാൽക്കുലേറ്റ് ഇനേഷ്യ ഫോഴ്സ് ആൻഡ് ഇനേഷ്യ കപ്പിൾ ഫ്രം ദ റിലേഷൻ എഫ് ഈക്വൽ ടു മൈനസ് എം. എം എന്നാണ് അത് ആക്സിലറേഷൻ ആണ്. then ci is equals a into alpha. So ig alpha എന്തൊക്കെ നമുക്ക് എന്തായിരിക്കും, ഈ ഒരു കോൺഫിഗറേഷൻ ഡയഗ്രാം വരക്കുമ്പോൾ എന്തൊക്കെ ഞാൻ പറഞ്ഞു, ഡയമെൻഷൻ തന്നിട്ടുണ്ടാവും എന്ന് പറഞ്ഞില്ല, അതിൻ്റെ കൂടെ നമുക്ക് എന്താണ് മാസ് തന്നിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഓരോ ഫോഴ്സിൻ്റെയും ഏത് പോയിന്റിലാണ് ആക്ട് ചെയ്യുന്നതെന്ന് എന്തുണ്ടായിരിക്കും നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. ദെൻ ലൈൻ ഓഫ് ആക്ഷൻ, അതേപോലെ തന്നെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ, ഇത്രയും കാര്യങ്ങളും നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. ഇപ്പം എന്ത് ചെയ്യാതെ കാൽക്കുലേറ്റ് ഇനേഷ്യേറ്റ് ചെയ്യുക. സോ നമ്മൾ ചെയ്യുന്നത് എം ചെയ്യുന്നത് അല്ലെങ്കിൽ കപ്പിളിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആംഗുലർ ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്നത്.
അടുത്തത് റീപ്ലേസ് എഫ് വിത്ത് ഈക്വലൻറ്റ് ഓഫ്സെറ്റ് ഇനേഷ്യ ഫോഴ്സ് ടു ടേക്കൺ ഇൻ അക്കൗണ്ട് എഫ് ആസ് വെൽ ആസ് സി ഐ. സോ അപ്പോൾ അടുത്ത കേസ് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ഫോഴ്സസിനൊക്കെ എന്ത് ചെയ്യാം, ഇനേഷ്യ ഓഫ്സെറ്റ് ഇനേഷ്യ ഫോഴ്സ് ഇക്വലൻറ്റ് ഓഫ്സെറ്റ് ഇനേഷ്യ ഫോഴ്സ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക. അടുത്തത് equivalent offset inertia force on link as static force analysis and mechanism by methods outlined in chapter 12. സോ ഇനി നമ്മൾ എന്താണ് സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അവിടെ എന്താണ് ഇക്വിലിബ്രിയം ഓഫ് 2 ഫോഴ്സ് മെമ്പർ, അതുപോലെ തന്നെ ഇക്വിലിബ്രിയം ഓഫ് 3 ഫോഴ്സ് മെമ്പർ, ഇക്വിലിബ്രിയം ഓഫ് 2 ഫോഴ്സ് ആൻഡ് ആക്ടിങ് ഓൺ എ മെമ്പർ അതാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതൊക്കെ നമ്മൾ പിടിക്കണം. മൈനിങ് നമ്മൾ അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. സോ അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നത് ഡൈനാമിക് അനാലിസിസ് ഓഫ് എ ഫോളോയിങ് മെക്കാനിസം. അപ്പോൾ ഇതെന്താണ്, ഇത് ഒറ്റ ക്വസ്റ്റൻ ആയിട്ടൊന്ന് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇത്രയും പ്രൊസീജിയർ വരുന്നത്, അതായത് ഇത്രയും സ്കെച്ചിങ് വരുന്നുണ്ട്. ദെൻ അഗൈൻ എന്താണ് നമുക്ക് ഈ ആംഗിൾ ഫോഴ്സിൻ്റെ ആക്ഷൻ, അതായത് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് അറിയണ്ടേ. സോ അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ അഗൈൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതും നമ്മൾ ഗ്രാഫിക്കലി തന്നെയാണ് ചെയ്യേണ്ടി വരിക. സോ അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ എന്ത് ചെയ്യാം, നന്നായിട്ട് നോക്കുക. ദെൻ ഇതിലൊരു സോൾവ്ഡ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് ചെയ്ത് നോക്കുക. എന്തായാലും എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഡിലീറ്റ് ആയിപ്പോയി. ദെൻ ഇനി വരുന്നത് ഇതിലൊരു പോർഷൻ വരുന്നത് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഓഫ് പിസ്റ്റൺ ആണ്. സോ ഇപ്പോൾ ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ് ഓഫ് എ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം. അപ്പോൾ മെയിൻലി വരുന്നത് ഇതാണ് സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസത്തിൻ്റെ അനാലിസിസ്. സോ അപ്പോൾ അത് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് എൻജിൻ ഫോഴ്സ് അനാലിസിസ്, അതും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തന്നെ ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടില്ല. അടുത്തത് ഡൈനാമിക്കൽ ഇക്വലൻറ്റ് സിസ്റ്റം ഇൻ ഡൈനാമിക്കൽ ഇക്വലൻറ്റ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. ഇൻ പ്രീവിയസ് സെക്ഷൻ expression for turning moment of crankshaft has been obtained for the net force F on piston. This force F may be gas force with or without consideration of inertia force acting on piston. സോ ഇപ്പോൾ അത് നമ്മളെന്താണ് ഈ ഒരു എൻജിൻ ഫോഴ്സ് അനാലിസിസിനകത്ത് മെയിൻലി നമ്മളെന്താണ് കണക്റ്റിംഗ് റോഡിൻ്റെ മാസ് കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അതിൽ നമ്മളെന്താണ് ഈ ഒരു പിസ്റ്റൻ്റെ മാസ് മാത്രമാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദെൻ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു എൻജിൻ ഫോഴ്സ് അനാലിസിസ് നടത്തുന്നത്. സോ ഇപ്പോൾ അതായത് റെസിപ്രോക്കേറ്റിംഗ് മാസസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനിൽ ടേണിംഗ് മൊമെൻറ്റിൻ്റെ അതായത് ടി എന്തായിരുന്നു എഫ് ആർ ആണ് വരിക. സോ എഫ് ആർ എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഒരു ഓക്കെ ഇതാ. സോ അപ്പോൾ ടേണിംഗ് മൊമെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്രാങ്കിൻ്റെ ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് ഇൻറ്റു ആർ എന്ന് പറയുമ്പോൾ ക്രാങ്ക് റേഡിയസ് അല്ലെങ്കിൽ ക്രാങ്ക് ലെങ്ത് ആണ്. സോ അതാണ് എന്ത് ചെയ്യുന്നത് ടേണിംഗ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ വരുന്നത്. സോ ഇപ്പോൾ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല. സോ ഇപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എഫിൻ്റെ ഓടി അതായത് അല്ലെങ്കിൽ എഫ് ഡിവൈഡഡ് ബൈ കോസ് ബീറ്റ നമുക്ക് എഫ് ആർ സൈൻ തീറ്റ പ്ലസ് ബീറ്റ ബൈ കോസ് ബീറ്റ. സോ അപ്പോൾ നമ്മൾ ഈ ഒരു എഫ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ നെറ്റ് ഫോഴ്സ് ആണ്. ഓക്കെ, ആ ഒരു നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താണ് റെസിപ്രോക്കേറ്റിംഗ് മാസസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. നമ്മൾ ഈ ഒരു ക്രാങ്ക് അല്ല നമ്മുടെ കണക്റ്റിംഗ് റോഡിൻ്റെ മാസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഇനീഷ്യൽ എഫക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, സോ ദിസ് ഫോഴ്സ് എഫ് മേ ബി ദ ഗ്യാസ് ഫോഴ്സ്. സോ ഇപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു ആ ഒരു എഫ് എന്ന് പറയുന്നത് അത് എഫ് നെറ്റ് ആണ്. സോ എന്താണ് ഗ്യാസ് ഫോഴ്സ് ഉണ്ടാവും അതിൽ. ദെൻ അതേപോലെ തന്നെ ഫ്രിക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതുണ്ടായിരിക്കും.
ദെൻ വെർട്ടിക്കലാണ് ഹൊറിസോണ്ടലാണെന്നുള്ളതിനനുസരിച്ച് എന്തായിരിക്കും ആ ഒരു വാല്യൂവിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. സോ അപ്പോൾ അവിടെ നമ്മൾ എങ്ങനെയായാലും എന്ത് ചെയ്യില്ല, നമ്മൾ ഈ ഒരു ഇനേഷ്യ എഫക്റ്റ് കൺസിഡർ ചെയ്യുന്നില്ല. യാസ് മാസ് ഓഫ് കണക്റ്റിംഗ് റോഡ് ഈസ് ഓൾസോ സിഗ്നിഫിക്കൻറ്റ്, ദ ഇനേഷ്യ ഡ്യൂ ടു സെയിം ഷുഡ് ബി ഓൾസോ ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു കണക്റ്റിംഗ് റോഡിൻ്റെ മാസ് എന്താണ് സിഗ്നിഫിക്കൻ്റ് ആണ്, ദെൻ അതിൻ്റെ എന്താണ് ഇനേഷ്യ എഫക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. സോ യെസ് നൈദർ മാസ് ഓഫ് കണക്റ്റിംഗ് റോഡ് ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് നോർ മോഷൻ ഈസ് ലീനിയർ. Its inertia cannot be found as such. Usually inertia of connecting rod is taken into account by considering a dynamically equivalent system. So ഇപ്പോൾ ഇതിലെന്താണ് ഈ ഒരു കണക്റ്റിംഗ് റോഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മാസ് എന്താണ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല. അതേപോലെ തന്നെ എന്താണ് അതിൻ്റെ മോഷൻ എന്താണ് നമുക്ക് ലീനിയർ മോഷനോ അല്ലെങ്കിൽ റൊട്ടേഷനലോ അല്ലെങ്കിൽ ലീനിയറോ അല്ല, എന്താണ് മിക്സഡ് ആണ്. ഓക്കെ, സോ അപ്പോൾ എന്താണ് അതിൻ്റെ മോഷൻ അത് ലീനിയർ അല്ല എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ആ ഒരു കേസിൽ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ദ ഇനേഷ്യ ഓഫ് ദ കണക്റ്റിംഗ് റോഡ് ഈസ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ബൈ കൺസിഡറിങ് എ ഡൈനാമിക്കലി ഇക്വലന്റ് സിസ്റ്റം. സോ ഈ ഒരു കേസിലാണ് നമ്മൾ എന്ത് ചെയ്യാം, ഡൈനാമിക്കൽ ഇക്വലന്റ് സിസ്റ്റം കൺസിഡർ ചെയ്യുക. സോ അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നോൺ ലീനിയർ മോഷൻ അതേപോലെ തന്നെ അൺഡിസ്ട്രിബ്യൂട്ടഡ് മാസുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡൈനാമിക്കൽ ഇക്വലന്റ് സിസ്റ്റം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഇനീഷ്യ എഫക്റ്റ് കൺസിഡർ ചെയ്യാം അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ഡൈനാമിക്കൽ ഇക്വലന്റ് സിസ്റ്റം മീൻസ് ദാറ്റ് എ റിജിഡ് ലിങ്ക് ഈസ് റീപ്ലേസ്ഡ് ബൈ എ ലിങ്ക് വിത്ത് 2 point masses in such a way that it has been motion as a rigid link when subject to same force. സോ ഇപ്പോൾ എന്താണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു 2 mass സിസ്റ്റം, ഓക്കെ, ഇപ്പോൾ ഒരു ഡൈനാമിക്കലി ഇക്വലന്റ് സിസ്റ്റം മീൻസ് ദാറ്റ് സോ നമ്മുടെ റിജിഡ് ലിങ്കിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 2 point mass സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു കണക്റ്റിംഗ് റോഡിന് എവിടെ ആയിരിക്കും, ഗൺ പിന്നിലും അതേപോലെ തന്നെ ക്രാങ്ക് പിന്ന്. സോ ഇപ്പോൾ അവിടെ എന്ത് ചെയ്യുക, നമ്മളതിൻ്റെ 2 point mass ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു റിജിഡ് ലിങ്കിനെ 2 point mass സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇൻ സച്ച് എ വേ ദാറ്റ് സെയിം മോഷൻ ആസ് റിജിഡ് ലിങ്ക് വെൻ സബ്ജക്ട് ടു സെയിം ഫോഴ്സ്. സോ ഇപ്പോൾ അതിൽ ഇപ്പോൾ ഈ ഒരു കണക്റ്റിംഗ് റോഡിൽ ആക്ട് ചെയ്യുന്ന സെയിം ഫോഴ്സ് ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഈ ഒരു 2 point mass സിസ്റ്റം നമുക്ക് സെയിം മോഷൻ ആയിരിക്കും തരുന്നത്. That is, the center of mass of equivalent system, equivalent link has same linear acceleration and link has same angular acceleration. So ഇപ്പോൾ അതിൽ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ ലിങ്കിൽ സെയിം ലീനിയർ ആക്സിലറേഷനും അതേപോലെ തന്നെ സെയിം ലിങ്കിന് ടോട്ടൽ ലിങ്കിൻ്റെ ആക്സിലറേഷൻ എന്തായിരിക്കും, റിജിഡ് ലിങ്കിൻ്റെ ആംഗുലർ ആക്സിലറേഷന് ഈക്വൽ ആയിരിക്കും. സോ ഇപ്പോൾ ഇതിൽ നമുക്ക് എന്താണ്, സോ അപ്പോൾ ഡൈനാമിക്കലി ഇക്വലന്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, a dynamically equivalent system means that a rigid link is replaced with a 2 point mass system which in such a way that the same motion as rigid link when subject to same force, that is center of mass of equivalent link has same linear acceleration and the link has same angular acceleration. ഓക്കെ, ഇതാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഇതിൻ്റെ ഒരു ഡെഫിനേഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റാത്ത, അതായത് അൺഡിസ്ട്രിബ്യൂട്ടഡ് മാസും അതേപോലെ തന്നെ എന്താണ് ഒരു ലീനിയർ മോഷൻ അല്ലാത്ത ഒരു ലിങ്ക്. സോ ഒരു റിജിഡ് ലിങ്കിൻ്റെ ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, ഡൈനാമിക്കലി ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം. സോ ഇപ്പോൾ ഡൈനാമിക്കലി ഇക്വലൻ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു 2 point mass സിസ്റ്റം. സോ അപ്പോൾ അതിൻ്റെ നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുക, അതായത് നമ്മൾ റിജിഡ് ലിങ്കിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും, നമുക്ക് സെയിം മോഷൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ദെൻ അതേപോലെ തന്നെ സെയിം മോഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിന് റിജിഡ് ലിങ്കിൻ്റെ സെയിം ലീനിയർ ആക്സിലറേഷൻ സെയിം ആയിരിക്കും. അതേപോലെ തന്നെ ടോട്ടൽ ലിങ്കിന് റിജിഡ് ലിങ്കിൻ്റെ ആംഗുലർ ആക്സിലറേഷൻ ആയിരിക്കും. ഇത്രേ വരുന്നുള്ളൂ. സോ നമുക്ക് എന്താണ് ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. സോ ഇതാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഡൈനാമിക്കലി ഇക്വലന്റ് സിസ്റ്റം ആയിട്ട് തന്നിട്ടുള്ളത്. ഷോസ് എ റിജിഡ് ബോഡി ഓഫ് മാസ് എം വിത്ത് സെൻറ്റർ ഓഫ് മാസ് അറ്റ് ജി, ലെറ്റ് ഇറ്റ് ബി ആക്റ്റഡ് അപ്പോൺ ബൈ എ ഫോഴ്സ് എഫ് വിച്ച് പ്രൊഡ്യൂസ് എ ലീനിയർ ആക്സിലറേഷൻ. സോ ഇവിടെ ആക്സിലറേഷൻ എഫ് ആണ് കൊടുത്തിട്ടുള്ളത്. ത്രൂ ഔട്ട് ഈ ടെക്സ്റ്റിനകത്ത് എഫ് ആണ് ലീനിയർ ആക്സിലറേഷൻ കൊടുക്കുന്നത്. ഓഫ് സെൻറ്റർ ഓഫ് മാസ് ആസ് വെൽ ആസ് ദി ആംഗുലർ ആക്സിലറേഷൻ ഓഫ് ദ ബോഡി ആസ് ദ ഫോഴ്സ് എഫ് ഡസ് നോട്ട് പാസ് ത്രൂ ജി.
സോ ഇപ്പോൾ ഫിഗർ എ, സോ ഇപ്പോൾ ഈ കാണുന്നത് എന്താണ്, ഇതിനകത്തെ റിജിഡ് ലിങ്ക് ആണ്. സോ അപ്പോൾ അതിൻ്റെ മാസ് എം ആണ്. ദെൻ അതിലെന്താണ് എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് വരുന്നത് ജി ആണ്, പോയിൻറ്റ് ജി ആണ് വരുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് കാണിക്കാം. സോ ഇപ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നത്, ഇതിനകത്തുള്ള റിജിഡ് ലിങ്ക്. സോ ഇത് റിജിഡ് ലിങ്കിൽ ഓഫ്സെറ്റ് ഇനേഷ്യ. സോ ഇപ്പം ഒരു ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് ഇയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ജി ആണ് വരുന്നത്. ദെൻ ഇതിന് ആ ഒരു പെർട്ടിക്കുലർ റിജിഡ് ലിങ്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡൈനാമിക്കൽ ഇക്വലൻ സിസ്റ്റമാണ് താഴെ കൊടുത്തിട്ടുള്ള ഈ ഒരു ഫിഗർ, ഈ ഒരു ലൈന്. സോ അപ്പോൾ അതിലെന്താണ് ബിയും ഡിയും എന്താണ് പോയിൻറ്റ് മാസസ് ആണ്. ലെറ്റ് ഇറ്റ് ബി ആക്റ്റഡ് അപ്പോൺ ബൈ എ ഫോഴ്സ് എഫ് പ്രൊഡ്യൂസ് എ ലീനിയർ ആക്സലറേഷൻ എഫ് ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് ആസ് വെൽ ആസ് ദ ആംഗുലർ ആക്സലറേഷൻ ബോഡി ആസ് എഫ് ഡസ് നോട്ട് പാസ് ത്രൂ ജി. സോ ഇപ്പോൾ എന്താണ് എഫ് എന്താണ് ജിയിൽ കൂടെ അല്ല പാസ് ചെയ്യുന്നത്, കാരണം എന്താണ് ഇതിനകത്ത് അതിനെന്താണ് ആംഗുലർ ആക്സിലറേഷൻ വരുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ എന്താണ് അതിൻ്റെ ആ ഒരു എഫ് കാരണം എന്തുണ്ടായിരിക്കും, അതിന് ഒരു ലീനിയർ ആക്സിലറേഷൻ ഉണ്ട്. സോ ഇപ്പോൾ അതിൽ ലീനിയർ അതിലെ ഫോഴ്സ് വരുന്നത് എം ഇൻറ്റു എഫ് ആണ്. ദെൻ സോ ഞാൻ അതിലെ കപ്പിൾ വരുന്നത് ഐ ആൽഫയാണ്, വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഇ. സോ അപ്പോൾ അതിലെ ആക്സിലറേഷൻ വരുന്നത് എഫ് ബൈ എം. അതേപോലെ തന്നെ ആംഗുലർ ആക്സിലറേഷൻ വരുന്നത് എഫ് ഇ ആണ് വരുന്നത്, എഫ് ഇ ബൈ ഐ. സോ അപ്പോൾ ഇ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും ദെൻ ഐ എന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യയാണ് തന്നിട്ടുള്ളത്. ഇനി ഡൈനാമിക്കൽ ഇക്വലൻ സിസ്റ്റത്തിൻ്റെ എക്സ്പ്രഷനൊക്കെ നോക്കാം. സോ ഇപ്പോൾ ഇതിൽ നൗ ടു ഹാവ് എ ഡൈനാമിക്കൽ ഇക്വലൻ സിസ്റ്റം ലെറ്റ് ദ റീപ്ലേസ്ഡ് മാസ്ലെസ് ലിങ്ക് ഹാസ് 2 point masses m1 at b and m2 at d at a distance b and d respectively from center of mass g as shown in figure. സോ ഇപ്പോൾ അതിലെന്താണ് നമ്മൾ ഈ ഒരു മാസ്ലെസ് റിജിഡ് ലിങ്കിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 2 point masses ആയിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ അതിൽ സെൻറ്റർ ഓഫ് മാസ് എന്താണ് ജി ആണ് വരുന്നത്. ദെൻ അതിൽ സെൻറ്റർ ഓഫ് മാസ് ചെയ്യുന്നത് ബി ഡിസ്റ്റൻസിൽ ബി എന്ന് പറയുന്നൊരു പോയിന്റിൽ m1 മാസും അതേപോലെ തന്നെ ജി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് മാസിൽ നിന്ന് ഡി ഡിസ്റ്റൻസിൽ ഡി എന്ന് പറയുന്ന പോയിന്റിൽ m2 മാസും ചെയ്യുന്നുണ്ട്, പ്ലേസ് ചെയ്തിട്ടുണ്ട്. ടു സാറ്റിസ്ഫൈ ഫസ്റ്റ് കണ്ടീഷൻ, അതായത് ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്, ആക്സിലറേഷൻ സെയിം ആയിരിക്കണം. അതായത് ലീനിയർ ആക്സിലറേഷൻ സെൻറ്റർ ഓഫ് മാസിൻ്റെ ലീനിയർ ആക്സിലറേഷൻ റിജിഡ് ലിങ്കിന് സെയിം ആയിരിക്കണം. സോ ടു സാറ്റിസ്ഫൈ ദ ഫസ്റ്റ് കണ്ടീഷൻ എസ് ഫോഴ്സ് എഫ് ഈസ് ടു ബി സെയിം, ദ സം ഓഫ് ഇക്വലൻ മാസ് m1 and m2 ഹാസ് ടു ബി ഈക്വൽ ടു m ടു ഹാവ് സെയിം ആക്സിലറേഷൻ, ദസ് m ഈക്വൽ ടു m1 പ്ലസ് m2. സോ ഇപ്പോൾ അവിടെ എന്താണ് ഫോഴ്സ് സെയിം, അതായത് നമ്മൾ എന്താണ് സെയിം ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്, സെയിം ആക്സിലറേഷൻ നമുക്ക് വേണ്ടത്. സോ അപ്പോൾ അതിൽ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്സലറേഷൻ്റെ ഇക്വേഷൻ എന്താണ്, സ്മോൾ എഫ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഡിവൈഡഡ് ബൈ ഫോഴ്സ് ബൈ മാസ് ആണ്. സോ ഇപ്പം ആ ഒരു മാസ്, സോ ഫോഴ്സ് സെയിം ആണ്. സോ ഇപ്പോൾ ആക്സലറേഷൻ സെയിം ആവണമെങ്കിൽ എന്തായിരിക്കണം, ആ ഒരു റിജിഡ് ലിങ്കിൻ്റെ മാസ് എം വിച്ച് ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ദി പോയിൻറ്റ് മാസസ് ആയിരിക്കണം, ദാറ്റ് ഈസ് എം ഈക്വൽ ടു m1 പ്ലസ് m2. അടുത്തത് ടു സാറ്റിസ്ഫൈ ദ സെക്കൻഡ് കണ്ടീഷൻ ദ ന്യൂമറേറ്റർ എഫ് ഇ and denominator I must remain same. F is already taken same, thus E has to be same, which means that the perpendicular distance F from G should remain same or combined center of mass of the equivalent system remains at G. This is possible. So ഇപ്പോൾ നമുക്ക് അടുത്ത കേസ് ലിങ്കിൻ്റെ ആംഗുലർ ആക്സിലറേഷൻ, ടോട്ടൽ ലിങ്കിൻ്റെ ആംഗുലർ ആക്സിലറേഷൻ എങ്ങനെയായിരിക്കണം, റിജിഡ് ലിങ്കിന് ഈക്വലൻ്റ് ആയിരിക്കണം. സോ അപ്പോൾ അതിൽ ആൽഫ ഈസ് ഈക്വൽ ടു എഫ് ഇ ഡിവൈഡഡ് ബൈ ഐ ആണ് വരുന്നത്. സോ എഫ് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, കാരണം എന്താണ് സെയിം ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്, ഫോഴ്സ് എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല. ദെൻ ഇ ദെൻ ഐ ഇത് രണ്ടും സെയിം ആണെന്നുണ്ടെങ്കിൽ രണ്ട് കണ്ടീഷൻ വരുന്നത് എന്താണ്, m1 ഇൻറ്റു ബി, അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് m1 ഇൻറ്റു ദ മാസ് ടു ദ സെൻറ്റർ ഓഫ് മാസ് ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു m2 ഇൻറ്റു ഡി. സോ ഇപ്പോൾ എന്താണ് ആ സെൻറ്റർ ഓഫ് മാസിൽ നിന്ന് എന്താണ് m2ലേക്കുള്ള ഡിസ്റ്റൻസും
അതെന്തായിരിക്കണം, അത് രണ്ടും സെയിം ആയിരിക്കണം. അടുത്തത് അതായത് നമ്മൾ മൊമെൻ്റ് എടുക്കുകയെന്ന് വിചാരിച്ചാൽ മതി. To have same moment of inertia of equivalent system about perpendicular axis to their combined center of mass g, we must have. ഇനി അടുത്തത് സെയിം മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ആണ്. അപ്പോൾ എം എന്താണ്, എം സെയിം ആവണമെങ്കിൽ എന്താണെന്ന് പറഞ്ഞത്, ദ ഇ ടു ഹാവ് സെയിം വിച്ച് മീൻസ് ദാറ്റ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എഫ് ഫ്രം ജി ഷുഡ് ബി റിമെയിൻ സെയിം ഓർ കമ്പൈൻഡ് സെൻറ്റർ ഓഫ് മാസ് ഓഫ് ഇക്വലൻറ്റ് സിസ്റ്റം റിമെയിൻസ് അറ്റ് ജി. ഈ ഒരു ഇതിൻ്റെ കമ്പൈൻഡ് സെൻറ്റർ ഓഫ് മാസ് എന്തായിരിക്കണം, ജിയിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ അതാണ് M1 ഇൻറ്റു ബി ഈക്വൽ ടു M2 ഇൻറ്റു ഡി. അടുത്തത് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ സെയിം ആവണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, I is equal to M1 into B square plus M2 into D square. So about the perpendicular axis എന്തായിരിക്കണം, സം ഓഫ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ആയിരിക്കണം. എന്ത് ഈ ഒരു റിജിഡ് ലിങ്കിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യക്ക് ഈക്വൽ ആയിരിക്കണം എന്ത് ചെയ്യുന്നത്, ഈ ഒരു 2 point mass സിസ്റ്റത്തിൻ്റെ സം ഓഫ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ വരുന്നത്. Thus any distributed mass can be replaced by 2 point masses to have same dynamical properties if following conditions are fulfilled. സോ അപ്പോൾ ഇതാണ് എന്ത് കണ്ടീഷൻസ്, രണ്ട് കണ്ടീഷൻ എന്നാണ്. ഒന്ന് സെൻറ്റർ, അതായത് സെൻറ്റർ ഓഫ് മാസിൻ്റെ ലീനിയർ ആക്സിലറേഷൻ സെയിം ആയിരിക്കണം, റിജിഡ് ലിങ്കിനോട് സെയിം ആയിരിക്കണം വെൻ സെയിം ഫോഴ്സ് ഈസ് അപ്ലൈഡ്. ദെൻ അടുത്ത കേസ് വരുന്നത് ആംഗുലർ ആക്സിലറേഷൻ ഓഫ് ദ ടോട്ടൽ ലിങ്ക് ഷുഡ് ബി ഇക്വാലൻറ്റ് ടു ദ റിജിഡ് ലിങ്ക്. ഇതാണ് രണ്ട് കണ്ടീഷൻ. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു റിജിഡ് ലിങ്കിനെ 2 point mass സിസ്റ്റമായിട്ട് ഡൈനാമിക്കലി ഇക്വലൻറ്റ് സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റും. ദെൻ 2-3 പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ദ സം ഓഫ് 2 masses ഈക്വൽ ടു ദ ടോട്ടൽ മാസ്. ഓക്കെ, അതായത് 2 mass M1 പ്ലസ് M2 ഈക്വൽ ടു എന്നുള്ളതിനാണ് ഈ പറയുന്നത്. ദെൻ കമ്പൈൻഡ് സെൻറ്റർ ഓഫ് മാസ് കോയിൻസൈഡ് വിത്ത് ദാറ്റ് ഓഫ് ദ റോഡ്. അതായത് ഇപ്പോൾ ഈ 2 point mass സിസ്റ്റത്തിൻ്റെ കമ്പൈൻഡ് സെൻറ്റർ ഓഫ് മാസ് എന്തായിരിക്കണം, അത് നമ്മളുടെ ഈ ഒരു റോഡിൻ്റെ സെൻറ്റർ ഓഫ് മാസിനോട് കോയിൻസൈഡ് ചെയ്യണം. അടുത്തത് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് 2 point mass അബൌട്ട് പെർപെൻഡിക്കുലർ ആക്സിസ് ത്രൂ ദെയർ കമ്പൈൻഡ് സെൻറ്റർ ഓഫ് മാസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ദ റോഡ്. സോ അപ്പോൾ അതിൽ ഈ ഒരു 2 point mass സിസ്റ്റത്തിൻ്റെ കമ്പൈൻഡ് സെൻറ്റർ ഓഫ് മാസ്, അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ഇറ്റ്സ് സെൻറ്റർ ഓഫ് മാസ് ഷുഡ് ബി ഈക്വൽ ടു ദാറ്റ് ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദി റോഡ്. സോ ഇപ്പോൾ റോഡിൻ്റെ സെൻറ്റർ ഓഫ് മാസ് അതായത് ഐക്ക് ഈക്വലാണ് എന്ത് M1 B square plus M2 D square എന്ന് പറയുന്നത്. ഈ 3 കേസാണ് ഇതിനകത്ത് വരുന്നത്. ഇതിനടുത്തത് ഇനേഷ്യ ഓഫ് കണക്റ്റിംഗ് റോഡ്. സോ അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് എന്താ ചെയ്യാനുള്ളത്, ഈ ഒരു എൻജിൻ ഫോഴ്സ് അനാലിസിസിനകത്ത് നമ്മൾ കണക്റ്റിംഗ് റോഡിൻ്റെ ഇനേഷ്യ എഫക്റ്റ് കൺസിഡർ ചെയ്യുന്നില്ല. സോ ഇപ്പോൾ ഇനേഷ്യ എഫക്റ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ടോർക്കിലുള്ള ഡിഫറൻസ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ഈ ഒരു ഡൈനാമിക്കൽ ഇക്വലൻറ്റ് സിസ്റ്റം ഒക്കെ കൺസിഡർ ചെയ്യുന്നതിനകത്ത്. ലെറ്റ് ദി കണക്റ്റിംഗ് റോഡ് be replaced by equivalent massless link with 2 masses. Let M be the total mass of connecting rod. One of the mass be located at small end B. Let the second mass be placed at D. So ഇപ്പം എന്ത് ചെയ്യാം, നമ്മൾ എ ബി, സോ ഇപ്പോൾ ഇതിലെ ഫിഗർ 1 ആണ് എന്ത് ചെയ്യുന്നത്, എ ബി എന്ന് പറയുന്ന നമ്മുടെ കണക്റ്റിംഗ് റോഡ്. സോ ഇപ്പോൾ നമ്മൾ കണക്റ്റിംഗ് റോഡിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സെക്കൻഡ് ഫിഗർ നോക്കുക, ആ ഒരു എന്താണ് ഒരു മാസ്ലെസ് ലിങ്ക് ആയിട്ട് എന്ത് ചെയ്യുക, റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ അതിൽ ഇപ്പോൾ ഡി എന്ന് പറയുന്ന പോയിന്റിൽ ഡി ഡിസ്റ്റൻസിൽ സെക്കൻഡ് ലിങ്ക് കൺസിഡർ ചെയ്യാം. സെക്കൻഡ് ഫിഗറിൽ നോക്കുക, അപ്പോൾ അതിൽ ഡി ഡിസ്റ്റൻസിൽ ഡി എന്ന് പറയുന്ന പോയിന്റിൽ MD എന്ന് പറയുന്ന ഒരു മാസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ജി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി ഡിസ്റ്റൻസിൽ MB എന്ന് പറയുന്ന ഒരു മാസ് പോയിന്റ് ബിയിൽ കൊടുത്തിട്ടുണ്ട്. സോ let M the total mass of the connecting rod and one of the mass to be located at small end B, and let the second mass be placed at D. So ഇപ്പോൾ എന്താണ് ടോട്ടൽ മാസ് എന്ന് പറയുന്നത് M ആണ്. ദെൻ അതിൽ ഒരു പോയിന്റിൽ MB മാസ് കൊടുത്തിട്ടുണ്ട്, ഒരു പോയിന്റിൽ എന്തുണ്ട് MD എന്ന് കൊടുത്തിട്ടുണ്ട്. B to G ലെങ്ത്ത് B ആണ്, ദെൻ D to G ലെങ്ത്ത് D ആയിട്ട് എടുക്കുക. ദെൻ എന്താണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ, ടോട്ടൽ മാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അതായത് ലിങ്കിൻ്റെ മാസും പോയിൻറ്റ് മാസ് സിസ്റ്റത്തിൻ്റെ സം എന്തായിരിക്കും, സം ഓഫ് ദ മാസ് ഓഫ് ദ പോയിൻറ്റ് മാസ് സിസ്റ്റം എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കും. സോ MB പ്ലസ് MD ഈക്വൽ ടു M ആണ് വരുന്നത്. ദെൻ അടുത്ത കേസ് മൊമെൻറ്റ്, അതായത് സെൻറ്റർ ഓഫ് മാസ് കോയിൻസൈഡ് ചെയ്യണം. സോ ഇപ്പോൾ
ആ ഒരു പോയിൻറ്റിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഈക്വൽ ആയിരിക്കണം. സോ എം ഡി, അതായത് എം ബി ഇൻറ്റു ഡി ഈസ് ഈക്വൽ ടു എം ഡി ഇൻറ്റു ഡി ആണ് വരുന്നത് അടുത്തത്. സോ ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫസ്റ്റ് ഇക്വേഷൻ നോക്കുക. അതായത് എം ഡി പ്ലസ് എം ബി പ്ലസ് എം ഡി ഈക്വൽ ടു എം, അതായത് നമ്മളിപ്പോൾ M1 M2 എന്ന് എടുത്താൽ മതി, നമുക്ക് അതായിരിക്കും കുറച്ചും കൂടി പറയാൻ സുഖം. സോ അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോ ഇവിടെ ചെയ്തിട്ടുള്ള സെക്കൻഡ് ഇക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്ന് ഏതെങ്കിലും ഒരു മാസ്, ഇപ്പോൾ നമ്മൾ എം ഡിനെ നമുക്ക് എങ്ങനെ എടുക്കാം, എം ബി ഇൻറ്റു ബി ഡിവൈഡഡ് ബൈ ഡി എന്ന് എടുക്കാം, വിച്ച് ഈസ് ഈക്വൽ ടു നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് ടോട്ടൽ മാസ്. സോ അപ്പോൾ ഇതിൽ നമുക്ക് എന്തെന്ന് കിട്ടും, എം ഈക്വൽ ടു ടോട്ടൽ മാസ് ഈക്വൽ ടു എം ബി ഇൻറ്റു 1 പ്ലസ് ബി ബൈ ഡി എന്ന് കിട്ടും. അപ്പോൾ അതിനെ നമുക്ക് അതിൽ നിന്ന് എം ബി എടുക്കാം, എം ബി ഈസ് ഈക്വൽ ടു എം ഡി ഇൻറ്റു ബി പ്ലസ് ഡി എന്ന് എടുക്കാം. അതേപോലെ തന്നെ എം ഡി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ബി ബൈ ഡി പ്ലസ് ബി എന്ന് എടുക്കാം. ദെൻ അടുത്തത് എന്താണ്, കമ്പൈൻഡ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ, അല്ലെങ്കിൽ സോ കമ്പൈൻഡ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ ടു മാസ് സിസ്റ്റം ഈസ് ഈക്വൽ ടു ദി about the perpendicular axis equal to the moment of inertia of the rigid link. So ഇപ്പോൾ I equal to ഞാൻ ജസ്റ്റ് M1 M2 എന്ന് പറയുന്നത്. സോ M1 B സ്ക്വയർ പ്ലസ് M2 ഇൻറ്റു ഡി സ്ക്വയർ ആണ്. സോ അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ M1 M2നെ നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ കിട്ടിയ ഇക്വേഷൻസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. നമുക്ക് എന്ത് കിട്ടും, എം ബി ഡി, അതായത് I ഈക്വൽ ടു എം ഇൻറ്റു ബി ഇൻറ്റു ഡി എന്ന് കിട്ടും. സോ ലെറ്റ് K be the radius of gyration of the connecting rod about an axis through the center of mass G perpendicular to the plane of motion. So അപ്പോൾ അതിന് പെർപെൻഡിക്കുലർ ആക്സിസിൽ ഈ ഒരു കണക്റ്റിംഗ് റോഡിൻ്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ K ആണ്. സോ I എന്താണ്, എം കെ സ്ക്വയർ എന്ന് കിട്ടും. സോ നമുക്ക് I ഈസ് ഈക്വൽ ടു എം ബി ഡി എന്ന് കിട്ടിയിട്ടുണ്ട്. സോ എം കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എം ബി ഡി എന്ന് കൊടുക്കാം. സോ കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് ബി ഡി എന്ന് കിട്ടും. ദീസ് റിസൾട്ട് ക്യാൻ ബി കമ്പയർഡ് വിത്ത് ദാറ്റ് ഓഫ് ഈക്വലന്റ് ലെങ്ത് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഇൻ ഫോളോയിങ് മാനർ. ദ ഈക്വലന്റ് ലെങ്ത് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ് ഗിവൺ ബൈ എൽ ഈക്വൽ ടു കെ സ്ക്വയർ ബൈ ബി പ്ലസ് ബി. സോ അപ്പോൾ ഈക്വലന്റ് ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഈക്വലന്റ് ലെങ്ത് എല്ലാണെങ്കിൽ ഇപ്പോൾ അതിൽ സോ അപ്പോൾ ഒരു 2 പോയിൻറ്റ് മാസ് സിസ്റ്റം ഉണ്ടല്ലോ, അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു സിമ്പിൾ പെൻഡുലായിട്ട് കൺസിഡർ ചെയ്യാം. സോ അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് വരുന്നത് കെ സ്ക്വയർ ബൈ ബി പ്ലസ് ബി ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണ് ഡി പ്ലസ് ബി എന്ന് കിട്ടും. സോ അപ്പോൾ അതിൽ ബി എന്ന് പറയുന്നത് എന്താണ്, ഡിസ്റ്റൻസ് ഓഫ് പോയിൻ്റ് ഓഫ് സസ്പെൻഷൻ ഫ്രം സെൻറ്റർ ഓഫ് മാസ് ഓഫ് ബോഡി. സോ അപ്പോൾ എന്താണ് ബി എന്ന് പറയുന്നത്, ഈ ഒരു ബോഡിയിലെ സെൻറ്റർ ഓഫ് മാസിൽ നിന്ന് പോയിൻ്റ് ഓഫ് സസ്പെൻഷനിലേക്കുള്ള എന്താണ് ഡിസ്റ്റൻസ് ആണ് ബി വരുന്നത്. Then K is the radius of gyration. Thus in present case D plus B equal to L is equivalent length if the rod is suspended from a point B and D is center of oscillation or percussion. Then D plus B എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എൻ ഇക്വലന്റ് ലെങ്ത്. സോ ഇപ്പോൾ L എന്ന് പറയുന്നത് ഇക്വലന്റ് ലെങ്ത് if the rod is suspended from point B. സോ അപ്പോൾ സോ എന്ത് ചെയ്യുക, പോയിൻറ്റ് ബിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു റോഡിൻ്റെ ഇക്വലന്റ് ലെങ്ത് ആണ് എന്ത് പറയുന്നത്, എൽ എന്ന് പറയുന്നത്. ദെൻ ഡി എന്ന് പറയുന്ന പോയിൻ്റാണ് എന്ത് ചെയ്യുന്നത്, ഇതിനകത്തുള്ള സെൻറ്റർ ഓഫ് ഓസിലേഷൻ അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് പെർക്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ ഹവർ ഇൻ അനാലിസിസ് ഓഫ് എ കണക്റ്റിംഗ് റോഡ് ഇറ്റ് ഈസ് മച്ച് മോർ കൺവീനിയൻറ്റ് ഇഫ് 2 point masses ആർ കൺസിഡർഡ് ടു ബി ലൊക്കേറ്റഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് 2 end bearings അറ്റ് എ ആൻഡ് ബി. സോ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു കണക്റ്റിംഗ് റോഡിൻ്റെ അനാലിസിസിനകത്ത് നമ്മൾ എന്ത് ചെയ്യാം, നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തിട്ടുള്ള എവിടെയാണ്, ജിയിൽ നിന്ന് ഡി ഡിസ്റ്റൻസിലും ബി ഡിസ്റ്റൻസിലും ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മാസ് ഉള്ളതാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാം, ബിയിലുള്ള മാസ്, അതായത് കണക്റ്റിംഗ് റോഡിൻ്റെ 2 എൻഡിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു മാസസ്, അതായത് എം ബിയും എം ഡി ഉള്ളതെന്ന് വിചാരിക്കാം. സോ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിൽ എ എന്ന് പറയുന്ന പോയിന്റിലാണ് ഒരു മാസ്, ദെൻ ബി എന്ന് പറയുന്ന പോയിന്റിൽ, അതായത് ആ ഒരു ലിങ്കിൻ്റെ എന്താണ് 2 എൻഡിൽ അല്ലെങ്കിൽ കണക്റ്റിംഗ് റോഡിൻ്റെ 2 എൻഡിലാണ്, എൻഡ് പോയിൻറ്റ്സിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു 2 മാസം ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് വിചാരിക്കുക. സോ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എം ഡി എന്തില്ല ഇനി ആവശ്യമില്ല, നമുക്ക് എം എ ആണ് എടുക്കേണ്ടത്. സോ ഇപ്പോൾ എം എ ഈക്വൽ ടു എം ബി ബൈ എ പ്ലസ് ബി. സോ ഇപ്പോൾ എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താണ്, എല്ലാണ് വരുന്നത്.
അതേപോലെ തന്നെ എന്താണ് എം ബി എന്ന് പറയുമ്പോൾ എം എ ബൈ എൽ എന്ന് കിട്ടും. സോ ഇപ്പം ഇവിടെ നമുക്കെന്താണ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എം ബി ഡി എന്നാണ് കിട്ടിയിട്ടുള്ളത്. സോ അഗൈൻ ഇവിടെ നമുക്ക് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ നമ്മളിത് എന്തിനാ ഐ ഡാഷ് എന്നാണ് എടുക്കുന്നത്. സോ ഇതിലെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ വരുന്നത് എം ഇൻറ്റു എ ബി. സോ ഇപ്പോൾ ഇതിൽ ഈ ഒരു മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ, ഈ പുതിയ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എങ്ങനെയായിരിക്കും, സെൻറ്റർ ഓഫ് മാസ് ജിയിൽ നിന്ന് ഡിയിലേക്കുള്ള ഡിസ്റ്റൻസിനേക്കാളും കൂടുതലാണ് എന്ത് ചെയ്യുന്നത്, സെൻറ്റർ ഓഫ് മാസ് ജിയിൽ നിന്ന് എൻ പോയിൻറ്റിലേക്ക് എയിലേക്കുള്ള ഡിസ്റ്റൻസ്. സോ ഇപ്പോൾ എ ഡിനേക്കാളും ഗ്രേറ്റർ ആയതുകൊണ്ട് എന്തായിരിക്കും, നമ്മളിപ്പോൾ ഈ ഒരു മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ, അതായത് നമ്മൾ ഡി എന്ന് പറയുന്ന പോയിന്റിൽ മാസ് കൺസിഡർ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുക, എൻ പോയിന്റിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഉള്ള മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഗ്രേറ്റർ ആയിട്ട് വരുന്നത്. ദിസ് മീൻസ് ബൈ കൺസിഡറിങ് ടു മാസസ് എ ആൻഡ് ബി ഇൻസ്റ്റെഡ് ഓഫ് ഡി ആൻഡ് ബി, ദ ഇനേഷ്യ ടോർക്ക് ഇൻക്രീസ് ഫ്രം ദ ആക്ച്വൽ വാല്യൂ. ദ എറർ ഈസ് കറക്റ്റഡ് ബൈ ഇൻകോർപ്പറേറ്റിംഗ് എ കറക്ഷൻ കപ്പിൾ. സോ ഇപ്പോൾ എന്തായിരിക്കും, നമ്മൾ ബിയിലും ഡിയിലും എന്ത് ചെയ്യുക, മാസ് കൺസിഡർ ചെയ്യുന്ന പകരം ടു എൻ പോയിൻറ്റ്സിൽ മാസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വരുന്ന ടോർക്ക് എന്തായിരിക്കും, ഇനേഷ്യ ടോർക്ക് എന്ത് ചെയ്യും, ആക്ച്വൽ വാല്യൂന്ന് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. സോ അതിനെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു കറക്ഷൻ കപ്പിൾ വെച്ചിട്ട് നമുക്ക് അതിനെന്ത് ചെയ്യാം, ഒരു ഇററിനെ കറക്റ്റ് ചെയ്യാം. സോ ഇപ്പോൾ ദ കറക്ഷൻ കപ്പിൾ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ആൽഫ സി ഇൻറ്റു എം എ ബി മൈനസ് എം ബി ഡി. സോ അപ്പോൾ അതിൽ ആൽഫ സി എന്ന് പറയുമ്പോൾ കണക്റ്റിംഗ് റോഡിൻ്റെ ആംഗുലർ ആക്സലറേഷൻ, ദെൻ എം എന്ന് പറയുന്നത് റോഡിൻ്റെ മാസ്, ടോട്ടൽ മാസ്, ദെൻ പിന്നെ കോമൺ ആയിട്ട് വരുന്നത് ബി ആണ്, എം എ ബി മൈനസ് എം ബി ഡി ആണ് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യുക, നമുക്ക് എമ്മും ബിയും പുറത്തെടുക്കുക. അപ്പോൾ നമുക്ക് എ മൈനസ് ഡി എന്ന് കിട്ടും. സോ അപ്പോൾ അതിൽ എം ഇൻറ്റു ബി ഇൻറ്റു ആൽഫ സി ഇൻറ്റു, സോ അപ്പോൾ നമുക്ക് ഇതിനെന്ത് ചെയ്യാൻ പറ്റും, എ മൈനസ് ഡീനെ എ പ്ലസ് ബി മൈനസ് ബി പ്ലസ് ഡി എന്ന് എടുക്കുക. സോ ഇപ്പോൾ എ മൈനസ് ഡി, സോ ഇപ്പോൾ എ മൈനസ് ഡി നോക്കുക. സോ ഇപ്പോൾ ഇതിൽ ഈ ഒരു ലിങ്കിൽ എ മൈനസ് ഡി എന്ന് പറയുന്നത് ഈ ഒരു ലെങ്ത്താണ്, അതായത് ഡി എന്ന് പറയുന്ന പോയിൻറ്റും എ എന്ന് പറയുന്ന പോയിൻറ്റ് തമ്മിലുള്ള ലെങ്ത്ത്. സോ ഇപ്പോൾ അതിനെ എ മൈനസ് ഡി എന്ന് പറയുമ്പോൾ എന്താണ്, എന്തായിട്ട് എടുക്കാം, എ പ്ലസ് ബി മൈനസ് ബി പ്ലസ് ഡി എന്ന് എടുക്കാം. ഓക്കെ, അതായത് ടോട്ടൽ ലെങ്ത്ത് എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ടോട്ടൽ ലെങ്ത്താണ് എല്ലാം വരുന്നത്, മൈനസ് ബി പ്ലസ് ഡി. സോ ബി പ്ലസ് ഡി എന്ന് പറയുമ്പോൾ ബിയിലേക്കുള്ള ഡിസ്റ്റൻസും ഡിയിലേക്കുള്ള ഡിസ്റ്റൻസും. സോ ഇപ്പോൾ എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ എന്താണ്, ടോട്ടൽ ലെങ്ത് ഓഫ് ദി ലിങ്ക് ആണ്. എൽ എന്ന് പറയുന്നത് ഇക്വലൻ്റ് ലെങ്ത് ആണ്. ദിസ് കറക്ഷൻ കപ്പിൾ മസ്റ്റ് ബി അപ്ലൈഡ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടു ദാറ്റ് ഓഫ് അപ്ലൈഡ് ഇനേഷ്യ ടോർക്ക്. സോ ഇപ്പോൾ അപ്ലൈഡ് ഇനേഷ്യ ടോർക്കിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം എന്ത് ചെയ്യാൻ വേണ്ടി ഈ ഒരു കറക്ഷൻ കപ്പിൾ കൊടുക്കാൻ. ആസ് ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഇനേഷ്യ ടോർക്ക് ഈസ് ഓൾവേസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ആംഗുലർ ആക്സലറേഷൻ. സോ അപ്ലൈഡ് ഇനേഷ്യ ടോർക്ക് എങ്ങനെയായിരിക്കും, ആംഗുലർ ആക്സലറേഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ദ ഡയറക്ഷൻ ഓഫ് കറക്ഷൻ കപ്പിൾ വിൽ ബി സെയിം ദാറ്റ് ഓഫ് ആംഗുലർ ആക്സലറേഷൻ. സോ ഇപ്പോൾ എന്തായിരിക്കും, ആംഗുലർ ആക്സലറേഷൻ്റെ സെയിം ഡയറക്ഷനിലായിരിക്കും വരുന്നത് കറക്ഷൻ കപ്പിളിൻ്റെ ഡയറക്ഷൻ. The correction couple will be produced by two equal and parallel opposite forces Fi acting at a Gudgeon pin and crank pin and perpendicular to the line of stroke. So the correction couple will be produced by two equal parallel and opposite forces Fi acting at a, so ഇപ്പോൾ ഈ ഒരു കറക്ഷൻ കപ്പിൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഗഡ്ഗൻ പിന്നിലോ അതേപോലെ തന്നെ ക്രാങ്ക് പിന്നിലോ ആക്ട് ചെയ്യുന്ന ഒരു Fy എന്ന് പറയുന്ന ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പാരലൽ ഫോഴ്സ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു കറക്ഷൻ കപ്പിൾ പ്രൊഡ്യൂസ് ചെയ്യാം. സോ ദാറ്റ് കറക്ഷൻ കപ്പിൾ ടി സി ഈസ് ഈക്വൽ ടു Fi ആർ കോസ് തീറ്റ. സോ ഇപ്പോൾ എഫ് ആണ് എന്ത് ചെയ്യുന്നത്, ഫോഴ്സ് വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്രാങ്കിൻ്റെ ലെങ്ത്ത് ആറാണ് വരുന്നത്. സോ ഇപ്പോൾ ഈ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, സോ അപ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് ഓയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ആർ കോസ് തീറ്റ. സോ ഇപ്പോൾ എന്ത് ചെയ്യാൻ നമുക്ക് Fi ഇൻറ്റു ആർ കോസ് തീറ്റ എന്ന് എടുക്കാം. സോ ഇപ്പോൾ ഇതിൽ കറക്ഷൻ കപ്പിൾ വരുന്നത് Fi ഇൻറ്റു എൽ കോസ് ബീറ്റയാണ്. സോ ഇപ്പോൾ എന്ത് ചെയ്യാം, നമുക്കതിൽ Fiനെ റീപ്ലേസ് ചെയ്യാം, ഡെൽറ്റ ടി ഡിവൈഡ് ബൈ എൽ കോസ് ബീറ്റ വെച്ച്. സോ ഇപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, ഡെൽറ്റ ടി
ഡിവൈഡ് ബൈ എൽ ബൈ ആർ കോസ് തീറ്റ ബൈ കോസ് ബീറ്റ എന്ന് കിട്ടും. സോ ഇപ്പോൾ എൽ ബൈ ആർ എന്താണ്? എൻ ആണ്. അതേപോലെ തന്നെ കോസ് ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/n ഇൻറ്റു റൂട്ട് ഓഫ് എൻ സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൽ ബൈ ആർ ചെയ്യുമ്പോൾ കിട്ടുന്ന എന്നും ഈ ഒരു 1/n ക്യാൻസൽ ചെയ്ത് പോകും. സോ നമുക്ക് ഡെൽറ്റ ടി ഇൻറ്റു കോസ് തീറ്റ ബൈ റൂട്ട് ഓഫ് എൻ സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. ഇതാണ് എന്ത് ചെയ്യുന്നത്? കറക്ഷൻ ടോർക്കിൻ്റെ ഇക്വേഷൻ വരുന്നത്. സോ ദിസ് കറക്ഷൻ ടോർക്ക് ഈസ് ടു ബി ഡിറ്റക്റ്റഡ് ഫ്രം ഇനേഷ്യ ടോർക്ക് ആക്ടിങ് ഓൺ ദി ക്രാങ്ക് ഷാഫ്റ്റ്. സോ എന്ത് ചെയ്യണം? നമ്മൾ ഇനേഷ്യ ടോർക്കിൽ നിന്ന് എന്ത് ചെയ്യുക? ഈ ഒരു കറക്ഷൻ ടോർക്ക് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. Then also due to weight of mass at a torque is exerted on crankshaft which is given by. സോ എന്താണ്? മാസ് എ കാരണം, അതല്ലെങ്കിൽ പോയിൻ്റ് എയിൽ വരുന്ന ഈ ഒരു മാസ് കാരണം എന്തുണ്ടായിരിക്കും? ഈ ടോർക്ക് എക്സെർട്ടഡ് ഓൺ ക്രാങ്ക് ഷാഫ്റ്റ്. സോ ഇപ്പം ക്രാങ്ക് ഷാഫ്റ്റിൽ ഒരു ടോർക്ക് എക്സെർട്ട് ചെയ്യുമ്പോൾ അതെന്തായിരിക്കും? ടി ഈസ് ഈക്വൽ ടു എം എ ഇൻറ്റു ജി ഇൻറ്റു ആർ കോസ് തീറ്റ. ദെൻ ഇഫ് in case of vertical engine, torque is also exerted on the crankshaft due to weight of mass at B, and the expression will be. So ഇപ്പോൾ വേർട്ടിക്കൽ എഞ്ചിൻ ആണെങ്കിൽ എന്തായിരിക്കും? ബിയിൽ ആക്ട് ചെയ്യുന്ന മാസ് കാരണം എന്തായിരിക്കും? വേർട്ടിക്കലിലും ക്രാങ്ക് ഷാഫ്റ്റിലും എന്തുണ്ടായിരിക്കും? ബി എന്ന് പറയുന്ന മാസ് കാരണം ഒരു ടോർക്ക് എക്സേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ടി ബി is equal to എം ബി ജി ഇൻറ്റു ആർ സൈൻ തീറ്റ പ്ലസ് സൈൻ 2 തീറ്റ ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് എൻ സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. സോ ഇപ്പോൾ അതാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു ടോർക്കിൻ്റെ ഇക്വേഷൻ വരുന്നത്. സോ ദ നെറ്റ് ടോർക്ക് ഓർ ടേണിംഗ് മൊമെൻറ്റ് ഓൺ ക്രാങ്ക് ഷാഫ്റ്റ് വിൽ ബി algebraic sum of turning moment due to force of gas pressure. സോ നമ്മൾ ഓൾറെഡി എന്താണ്? ടി ഈസ് ഈക്വൽ ടു എഫ് ടി ഇൻറ്റു ആർ, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി എന്താണ്? ഗ്യാസ് പ്രഷർ കാരണമുള്ള ടേണിംഗ് മൊമെൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം. ദെൻ അടുത്തത് ഇനേഷ്യ ടോർക്ക് ഡ്യൂ ടു ഇനേഷ്യ ഫോഴ്സ് അറ്റ് piston as a result of inertia reciprocating mass including mass of the piston of connecting rod. So എന്താണ്? ഇനേഷ്യ ടോർക്ക് ഡ്യൂ ടു ദ ഇനേഷ്യ ഫോഴ്സ് ആസ് ദി പിസ്റ്റൺ. സോ അപ്പോൾ പിസ്റ്റണിൽ വരുന്ന ഇനേഷ്യ ടോർക്ക്. ദെൻ അടുത്തത് ഇനേഷ്യ ടോർക്ക് ഡ്യൂ ടു വെയിറ്റ് ഓഫ് മാസ് അറ്റ് ദി ക്രാങ്ക് പിൻ വിച്ച് ഈസ് ദ പോർഷൻ ഓഫ് മാസ് ഓഫ് കണക്റ്റിംഗ് റോഡ് ടേക്കൺ അറ്റ് ദി ക്രാങ്ക് പിൻ. ദെൻ ക്രാങ്ക് പിന്നിലെ മാസ് കാരണമുള്ള എന്ത് ചെയ്യാം? ഇനേഷ്യ ടോർക്ക്. ദെൻ അടുത്തത് ഇനേഷ്യ ടോർക്ക് ഡ്യൂ ടു കറക്ഷൻ കപ്പിൾ. ദെൻ കറക്ഷൻ കപ്പിൾ കാരണമുള്ള ഇനേഷ്യ ടോർക്ക്. ദെൻ ടേണിംഗ് മൊമെൻറ്റ് ഡ്യൂ ടു വെയിറ്റ് ഓഫ് ദ പിസ്റ്റൺ ഇൻ കേസ് ഓഫ് വെർട്ടിക്കൽ എഞ്ചിൻ. അപ്പോൾ എന്തായിരിക്കും? ടോട്ടൽ ടേണിംഗ് മൊമെൻറ്റ് അല്ലെങ്കിൽ നെറ്റ് ടേണിംഗ് മൊമെൻറ്റ് എന്ന് പറയുന്നത് ഇത്രയും ടേണിംഗ് മൊമെൻറ്റ്സിൻ്റെ സമ്മായിരിക്കും. ഇതിനകത്ത് ഇനി വരുന്നത് ഫ്ലൈ വീലിൻ്റെ സെക്ഷനാണ്, അല്ലെങ്കിൽ ഈ ഒരു ടേണിംഗ് മൊമെൻറ്റ് ഡയഗ്രാം ഒക്കെ വരുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ എന്ത് ചെയ്യുക? അത് മറ്റൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. സോ ഇപ്പോൾ വീഡിയോൻ്റെ ലെങ്ത് ഒരുപാടായിട്ടുണ്ട്. സോ അപ്പോൾ അത്യാവശ്യം എന്ത് ചെയ്യാം? നല്ലൊരു കണ്ടൻറ്റുള്ള ഒരു ചാപ്റ്ററാണ് ഈ ഒരു ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ അതിൽ എൻജിൻ ഫോഴ്സ് അനാലിസിസ്, ദെൻ പിന്നെ വരുന്നത് എന്താ? നമ്മുടെ 4 ബാറിൻ്റെ പ്രൊസീജിയർ. ഓക്കെ, ഡൈനാമിക് ഫോഴ്സ് അനാലിസിസിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിനകത്ത് ടേണിംഗ് മൊമെൻറ്റ് ഡയഗ്രാം വരുന്നുണ്ട്. ദെൻ എനർജി ഓഫ് ഫ്ലൈ വീൽ. ഇത്രയും പോർഷൻസ് വരുന്നുണ്ട്. സോ അപ്പോൾ അതെന്താണ്? അത് മറ്റൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ജസ്റ്റ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് പർട്ടിക്കുലർലി ഏതെങ്കിലും പ്രോബ്ലംസ് ഒക്കെ എന്ത് ചെയ്യുക? ജസ്റ്റ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, എന്ത് ചെയ്യാം? സോൾവ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. അതേപോലെ തന്നെ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് വീഡിയോസ് അവൈലബിൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്താൽ മതി.